ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് തോട്ട്സിന് ഗുണവും ദോഷവും എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് നെഗറ്റീവിനെ കുറിച്ച് പറയാം. ഒരാളെ എന്തുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്ന് പറയാം. ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ ആയിരക്കണക്കിന് ചിന്തകളാണ് നമ്മളെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത്. പക്ഷേ നമ്മൾ അതിൽ കൂടുതലും ഒരു 90% നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. അത് നടക്കത്തില്ല എന്ന് പറഞ്ഞായിരിക്കും നമ്മളത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി നമുക്ക് നടക്കുന്ന കാര്യങ്ങളും എല്ലാം നെഗറ്റീവായിട്ടൊക്കെ നമുക്ക് സംഭവിക്കാറുള്ളൂ. കൂടുതലും നമ്മൾ പാസ്റ്റിൽ നമുക്ക് നടന്ന വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, നമ്മളത് ചിന്തിക്കില്ല. പക്ഷേ അതിന് വരും നമ്മൾ കൂടുതലും പ്രോബ്ലംസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടാറുണ്ട്. അയ്യോ ഫ്യൂച്ചർ എന്താവും എന്തോ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കൂ, കാര്യങ്ങൾ സ്ട്രെസ്സായിട്ട് ടെൻഷൻ ആവാറുണ്ട്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. നമ്മൾ കൂടുതലും മടിയന്മാരായിട്ട് ആവും. നമുക്കത് നമ്മൾ ചെയ്താൽ ശരിയാവുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അത് കാരണം അയ്യോ നമുക്ക് ചെയ്താൽ പറ്റത്തില്ല, നമ്മൾ ചിലപ്പോൾ തോറ്റു പോകും എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യാതെ വിടും. ഓട്ടോമാറ്റിക്കായി നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ സന്തോഷിക്കാറില്ല. നമ്മൾ ആ ദുഃഖത്തിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും. സന്തോഷം വന്നാൽ പോലും നമ്മളത് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് മാത്രമേ നമ്മൾ സന്തോഷിക്കാറുള്ളൂ. നമ്മളെ സറൗണ്ടിങ് ഫുള്ള് നെഗറ്റീവ് ആകുമ്പോൾ നമ്മളെ ചിന്തകളും ഫുൾ നെഗറ്റീവ്. നമുക്ക് ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സും ഡിപ്രസ്സായി പോകും ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് പോസിറ്റീവിനെ കുറിച്ച് പറയാം. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് അതിനെക്കുറിച്ച് പറയാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും ആ പ്രശ്നത്തിനെ അല്ല കാണുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് കണ്ടെത്തുന്നത്. പ്രതിസന്ധികൾ വന്നാലും ഞാൻ അതിനെ മറികടന്ന് ഞാൻ ആ ഗോളിൽ റീച്ച് ആവുമെന്ന് പറഞ്ഞിട്ടാണ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കും. അവരെപ്പോഴും ഹെൽത്തി ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. അവരെപ്പോഴും ബാക്കിയുള്ളവരെയും കൂടി മോട്ടിവേറ്റ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. എപ്പോഴും ഒരു പ്രശ്നത്തിനെ എങ്ങനെ ടാക്കിൾ ചെയ്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ് അവർ. എല്ലാ മനുഷ്യന്മാർക്കും മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഇങ്ങനെ മറികടന്ന് ആ കാര്യം ചെയ്യാമെന്നാണ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുകയാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ബെനിഫിറ്റ്സ് പോസിറ്റീവ് നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മളാണ്. നമ്മളെ തന്നെ വിശ്വസിക്കണം. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ അത് നടക്കുമെന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിലോട്ട് ഇറങ്ങുക. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അതിനുള്ള വഴി തെളിഞ്ഞു വരും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കൂടെ ആണെങ്കിൽ നമ്മൾ മാക്സിമം അവരിൽ നിന്ന് ഒഴിവാകുക. അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്കും നമ്മളെ മൈൻഡിലും വരുന്നത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം അവരിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കൂടെ കൂട്ടുകൂടുക. അപ്പോൾ നമുക്കും പോസിറ്റീവായിട്ടുള്ള വൈബും നമുക്കും ആ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ്, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ഉണ്ടാവും. ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് ഒരു ഫെയിലിയറിനെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്തൊരു കാര്യം ചെയ്താലും അതിൽ വിജയവും വരാം, പരാജയവും വരാം. അപ്പോൾ പരാജയപ്പെടുന്നു പറഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിന് ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെ നമുക്ക് പരാജയപ്പെടാതെ നമുക്കത് ജയിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. പരാജയപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തളർന്നിരിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളത് മുന്നോട്ട് പോവുക. എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് അത് ചിന്തിച്ച് നമ്മളിനെ മാറ്റി നമ്മൾ ജയത്തിലോട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും നമുക്ക് ഒരു കാര്യവും 100% പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എഫേർട്ട് നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നത് അത് നമ്മളെ കൊണ്ട് ചെറുതായിട്ടാണെങ്കിലും നമ്മൾ അതിലൊരു മാറ്റം വരുത്തുക. 100% നമുക്ക് ഒരിക്കലും ഒരു കാര്യവും പെർഫെക്റ്റായിട്ട് ഈ ലോകത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം നമ്മളെ എഫേർട്ട് ഇടുക, നമ്മളത് ചെയ്യുക. കുറച്ചായിരിക്കും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. ആ കുറച്ചാണെങ്കിലും അത് നമ്മളൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാനും സംസാരിക്കാനും. അപ്പോൾ നമ്മൾ ആ ലൈഫിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ വന്ന് ചേരുകയും ചെയ്യും. നമ്മളെ കൊണ്ട് നമ്മൾക്ക് ബാക്കിയുള്ളവർക്ക് ആ പോസിറ്റീവ്നെസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ പ്രസൻറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഫ്യൂച്ചറിനെ കുറിച്ചോ പാസ്റ്റിനെ കുറിച്ചോ ചിന്തിച്ചാൽ നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ നന്നാകത്തുള്ളൂ. പാസ്റ്റ് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ പ്രസൻറ്റ് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറും നല്ല പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. വാട്ട് യു തിങ്ക് യു ബിക്കം എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറും. നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെല്ലാം നെഗറ്റീവായിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പോസിറ്റീവിലോട്ട് മാറണമെന്നില്ല. പക്ഷേ ക്രമേണ നമ്മൾ ഓരോ ഇങ്ങനെ വീഡിയോസും ഓഡിയോസും കേൾക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ പോസിറ്റീവായിട്ടുള്ള ബുക്കുകൾ വായിക്കുക, ഓഡിയോ കേൾക്കുക, വീഡിയോ കാണുക, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കൂടെ ഇടപഴകുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ചുറ്റും പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആകും. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് ഗ്രോത്തും ഉണ്ടാവും ജീവിതത്തിൽ. നെഗറ്റീവ് കൊണ്ട് ഒരു കാര്യവും ഇല്ല നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.